സംസ്ഥാന ബജറ്റിൽ നിന്നും ചേർത്തലയിലെ 2 പ്രധാന റോഡ് വികസന പദ്ധതികൾ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ബിജെപി ചേർത്തല മുനിസിപ്പൽ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. ചേർത്തല സെന്റ് മേരീസ് സ്കൂൾ ആഞ്ഞിലിപ്പാലം റോഡിന്റെ 3 കോടി രൂപയുടെ വികസന പദ്ധതിയും ചേർത്തല തെക്കേ തെരുവ് തിരുവഴ ക്ഷേത്രം കിഴക്കേനട റോഡിന്റെ 6.7 കോടി രൂപയുടെ വികസന പദ്ധതിയും ബജറ്റിൽ നിന്ന് ഒഴിവാക്കിയത് ജനങ്ങളോടുള്ള അവഗണനയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഈ വിഷയത്തിൽ നഗരസഭാ കൗൺസിലിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് അനുമതി തേടി 28ാം വാർഡ് കൗൺസിലർ അഖിൽ പി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ലഭിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായതായി നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ സദസ്സ് ബിജെപി ചേർത്തല മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ഈ വൈകിട്ട് ഈ സായാഹ്നത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, വളരെ പിന്നോക്കാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ചേർത്തല നിയോജക മണ്ഡലം. ഓരോ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഏറെ അവഗണിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ചേർത്തല നിയോജക മണ്ഡലം. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ നമുക്ക് ചേർത്തല നിയോജക മണ്ഡലത്തിന് ചേർത്തലയുടെ MLA ആയിരുന്ന വ്യക്തി കേരള സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പിന്റെ മന്ത്രിയായിട്ട് മാറുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ചേർത്തലയുടെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ചേർത്തലയുടെ വികസനത്തിന്റെ ആവശ്യകത എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് കണ്ണൻ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ അഖിൽ ആഞ്ഞിലിപ്പാലം, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആശാ മുകേഷ്, വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തലയുടെ വികസനത്തിന് അനിവാര്യമായ പദ്ധതികൾ പുനഃസ്ഥാപിക്കണമെന്നും ബജറ്റിൽ ഉൾപ്പെടുത്തി അടിയന്തരം നടപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു.